ഹായ് എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പാരലൽ ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ആയിരുന്നു. നമ്മൾ അതിൽ കുറച്ച് ഇക്വേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഒരു ചെറിയൊരു ഭാഗമാണ് ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്. അതിനുശേഷം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്ഫോമറിൽ ഇതുവരെ പഠിച്ച ടോപ്പിക്സിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പാരലൽ ഓപ്പറേഷൻ ട്രാൻസ്ഫോമർ ആയിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ട് ട്രാൻസ്ഫോമർ ലോഡ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ എയിൻ്റെ കോംപ്ലക്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോംപ്ലക്സ് പവർ ഇൻറ്റു സെഡ് ബി ഓപ്പോസിറ്റ് ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി ഹോൾ കോൺജുഗേറ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എസ് ബി രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ ലോഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ ഇൻറ്റു സെഡ് എ ഡിവൈഡഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി ഹോൾ കോൺജുഗേറ്റ് ആണെന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എസ് എ ഡിവൈഡഡ് ബൈ എസ് ബി എന്ന് പറയുന്നിരിക്കുന്നത് ഇസ് ഈക്വൽ ടു സെഡ് ബി ഡിവൈഡഡ് ബൈ സെഡ് എ എന്ന് നമുക്ക് കിട്ടും. കോൺജുഗേറ്റ് ചെയ്യാൻ വിട്ടു. സെഡ് ബി ഡിവൈഡഡ് ബൈ സെഡ് എ നമുക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇമ്പിഡൻസ് ആയിരിക്കും. അതായത് ഒരു ട്രാൻസ്ഫോമർ അസ്യൂം ചെയ്യുക. എ എന്ന് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോമറിനെ അസ്യൂം ചെയ്യുക. അതിന് പർട്ടിക്കുലർ ആയിട്ടൊരു ഇമ്പിഡൻസ് ഉണ്ടായിരിക്കും. ഇമ്പിഡൻസ് ജസ്റ്റ് സെഡ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റിയാക്റ്റൻസും റെസിസ്റ്റൻസും കൂടിയിട്ടാണ്. ആർ എ പ്ലസ് ജെ എക്സ് എ നമ്മൾ മോഡലിങ്ങിൽ പഠിച്ചതാണ്. അതേപോലെ തന്നെ സെഡ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ട്രാൻസ്ഫോമറിനെ ആണെങ്കിൽ ആർ ബി പ്ലസ് ജെ എക്സ് ബി ടോട്ടൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസും റിയാക്റ്റൻസും. അപ്പോൾ ഏത് ട്രാൻസ്ഫോമറിനാണോ ഇമ്പിഡൻസ് കൂടുതൽ ഉള്ളത് ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോമർ കുറവ് ലോഡ് ഷെയർ ചെയ്യുകയുള്ളൂ. അതായത് നമ്മുടെ കോംപ്ലക്സ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഇമ്പിഡൻസ് ഏതിനാണോ കൂടുതലുള്ളത് കൂടുതൽ ഇമ്പിഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പവറെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഏത് ട്രാൻസ്ഫോമറിനാണ് കൂടുതൽ ഇമ്പിഡൻസ് ഉള്ളത് ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോമർ കുറച്ച് ലോഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ നമുക്ക് നോക്കുന്ന ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ X/R റേഷ്യോസ് ഈക്വൽ ആയിരിക്കണം. അതായത് നമുക്കിപ്പോൾ ഈ ഒരു രണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഡയഗ്രാം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമർ എയുടെ ഇമ്പിഡൻസ് പറഞ്ഞിരിക്കുന്നത് ആർ എ പ്ലസ് ജെ എക്സ് എ ആണ്. ട്രാൻസ്ഫോമർ ബിൻ്റെ ഇമ്പിഡൻസ് പറഞ്ഞിരിക്കുന്നത് ആർ ബി പ്ലസ് ജെ എക്സ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ X/R റേഷ്യോ സെയിം ആണെങ്കിൽ ട്രാൻസ്ഫോമർ ഒരു കോമൺ പവർ ഫാക്ടറിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. അതായത് ട്രാൻസ്ഫോമർ എൻ്റെ റേഷ്യോ എക്സ് എ ഡിവൈഡഡ് ബൈ ആർ എ ആണ് വരിക. ട്രാൻസ്ഫോമർ ബിൻ്റെ റേഷ്യോ വന്നിരിക്കുന്നത് എക്സ് ബി ഡിവൈഡഡ് ബൈ ആർ ബി എന്നാണ് നമുക്ക് കിട്ടുക. സോ എക്സ് എ ഡിവൈഡഡ് ബൈ ആർ എ ഇസ് ഈക്വൽ ടു എക്സ് ബി ഡിവൈഡഡ് ബൈ ആർ ബി. ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് അല്ലേ. സെഡ് എ ഇസ് ഈക്വൽ ടു ആർ എ പ്ലസ് ജെ എക്സ് എ ആണ്. സെഡ് ബി ഇസ് ഈക്വൽ ടു ആർ ബി പ്ലസ് ജെ എക്സ് ബി ആണ്. നമുക്ക് ഇതിൽ നിന്നും ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫൈ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ഫൈ എ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എ ഡിവൈഡഡ് ബൈ ആർ എ ആയിരിക്കും. ഫൈ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബി ഡിവൈഡഡ് ബൈ ആർ ബി ആയിരിക്കും. സോ എക്സ് എ ബൈ ആർ എ ഈസ് ഈക്വൽ ടു എക്സ് ബി ബൈ ആർ ബി ആണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഫൈ എ ഈസ് ഈക്വൽ ടു ഫൈ ബി ആയിരിക്കും. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ എക്സ് എ ബൈ ആർ എ എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോ തന്നെയാണ് എക്സ് ബി ബൈ ആർ ബി എന്ന് പറഞ്ഞിരിക്കുന്ന റേഷ്യോ. ആ പർട്ടിക്കുലർ റേഷ്യോ സെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻവേഴ്സ് കിട്ടുന്ന ആംഗിൾ ഫൈ എയും ഫൈ ബി എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. രണ്ട് സൈഡിലും നമ്മൾ കോസ് എടുക്കുകയാണെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് പവർ ഫാക്ടർ കിട്ടും. സോ കോസ് ഫൈ എ ഈസ് ഈക്വൽ ടു കോസ് ഫൈ ബി എന്ന് പറഞ്ഞ ഒരു റിലേഷൻ നമുക്ക് കിട്ടും. അതായത് X/R റേഷ്യോ ഓഫ് എ ട്രാൻസ്ഫോമർ, രണ്ട് ട്രാൻസ്ഫോമറും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും X/R റേഷ്യോസ് സെയിം ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമറിനെ
എന്താണ് കോമൺ പവർ ഫാക്ടറിൽ നമുക്ക് അല്ലെങ്കിൽ സെയിം പവർ ഫാക്ടറിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് തന്നെയായിരിക്കും നമുക്ക് മാക്സിമം ലോഡ് ഷെയറിങ്ങും പോസിബിളായിട്ട് ഉണ്ടാവുക. ഓക്കെ ഫൈൻ. സോ X/R റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് ട്രാൻസ്ഫോമറിനും ഈക്വൽ ആയിരിക്കണം. അത് നമ്മളൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് ലഭ്യമാകും. ഓക്കെ ഫൈൻ. പിന്നെ അടുത്തൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് ഇമ്പിഡൻസിൽ പെർ യൂണിറ്റ് ലീക്കേജ് ഇമ്പിഡൻസ് അതിൻ്റെ റെസ്പെക്റ്റീവ് ബേസിസിൽ ഈക്വൽ ആയിരിക്കണം. അടുത്തൊരു ഡിസൈറബിൾ ആയിട്ടൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പെർ യൂണിറ്റ് ലീക്കേജ് ഇമ്പിഡൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ZA എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് ഈക്വൽ ടു RA + JXA എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ZB എന്ന് പറഞ്ഞിരിക്കുന്നത് RB + JXB എന്ന് പറഞ്ഞു അല്ലേ. ഇത് രണ്ടുമാണ് അതിൻ്റെ ലീക്കേജ് ഇമ്പിഡൻസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആക്ച്വൽ വാല്യൂ ആണ് വരിക. ഇനി ഇതിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് അല്ലേ. ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ദ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് ബോത്ത് ട്രാൻസ്ഫോമർ ഷുഡ് ബി ഈക്വൽ ഓൺ ദെയർ റെസ്പെക്റ്റീവ് ബേസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കാര്യം അസ്യൂം ചെയ്യുക, നമുക്ക് രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ട്രാൻസ്ഫോമർ 25 kVയുടെ ട്രാൻസ്ഫോമറും അടുത്ത ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത് 30 kVയുടെ ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കുക. ട്രാൻസ്ഫോമർ പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റേഷ്യോസ് സെയിം ആയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടും 200/400 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇനി നമ്മൾ ഈ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓൺ ദ റെസ്പെക്റ്റീവ് ബേസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്പെക്റ്റീവ് ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് ട്രാൻസ്ഫോമർ എയും ഇത് ട്രാൻസ്ഫോമർ ബിയും ആണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമ്പിഡൻസ് ഉണ്ടായിരിക്കും. ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിന് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമ്പിഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ZA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ച്വൽ വാല്യൂ ആണ്. ഇനി ബേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ബേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ് നത്തിങ് ബട്ട് എന്തായിരിക്കും വരിക? ബേസ് വാല്യൂ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ 200 വോൾട്ടാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 200 സ്ക്വയർ ഇൻറ്റു 25 ഇൻറ്റു 1000 ആണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ ഇമ്പിഡൻസിൻ്റെ ബേസ് വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഇമ്പിഡൻസിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇമ്പിഡൻസിൻ്റെ ആക്ച്വൽ വാല്യൂ എടുത്തു, ആക്ച്വൽ ഡിവൈഡഡ് ബൈ ബേസ് എടുത്തു. എന്താണ് ബേസ് വാല്യൂ വരിക? ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പിഡൻസ് ആയിരിക്കണം. അപ്പോൾ ഇമ്പിഡൻസിൻ്റെ ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. ഞാൻ ബേസ് ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതായത് V റേറ്റഡ് ഡിവൈഡഡ് ബൈ I റേറ്റഡ് ആയിരിക്കും നമുക്ക് ഇമ്പിഡൻസ് റേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ V റേറ്റഡിൻ്റെ കൂടെ മുകളിലും താഴെയും V റേറ്റഡ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, V റേറ്റഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് V റേറ്റഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ I റേറ്റഡ് ഇൻറ്റു V റേറ്റഡ്. എന്താണ് I റേറ്റഡ് ഇൻറ്റു V റേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് വോൾട്ട് ആംപിയർ റേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വോൾട്ട് ആംപിയർ റേറ്റിംഗ് എന്ന് പറയും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ട് ആംപിയർ റേറ്റിംഗ് എന്ന് പറയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് ബേസ്. ഇതായിരിക്കും നമുക്ക് സെറ്റ് ബേസ്. ഞാൻ ഒന്നുകൂടിയും പറയാം. പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇതാണ്. ട്രാൻസ്ഫോമർ, ഏതൊക്കെ ട്രാൻസ്ഫോമർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓൺ ദ റെസ്പെക്റ്റീവ് ബേസിസ് ഷുഡ് ബി ഈക്വൽ. അതിൻ്റെ പർട്ടിക്കുലർ ബേസിലായിരിക്കണം ഈക്വൽ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ രണ്ട് ട്രാൻസ്ഫോമർ അസ്യൂം ചെയ്യാണ്. ഒരു ട്രാൻസ്ഫോമർ 25 kVയും അടുത്ത ട്രാൻസ്ഫോമർ 30 kVയും ആണ് ട്രാൻസ്ഫോമറാണ്. നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 200/400 വോൾട്ടേജ് എടുത്തു. ഇവിടെയും 200/400 വോൾട്ടേജ് എടുത്തു. ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് പറഞ്ഞിരിക്കുന്നത് ZA ആണ്. ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് പറഞ്ഞിരിക്കുന്നത് ZB ആണ്. ഇത് ആക്ച്വൽ വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിനി നമുക്കിനി പെർ യൂണിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ് വരിക. സോ ആക്ച്വൽ വാല്യൂ ഓഫ് ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ഓഫ് ഇമ്പിഡൻസ് ആണ് വേണ്ടത്. നമുക്ക് ബേസ് വാല്യൂ ഓഫ് ഇമ്പിഡൻസ് എന്താണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ഈ ഇക്വേഷൻ ചെയ്തത്.
നമുക്കറിയാം ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആയാലും ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആയിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് സെറ്റ് ബേസ് കിട്ടണമെങ്കിൽ നമുക്കിവിടെ ബേസ് വാല്യൂ കിട്ടിയാലേ നമുക്ക് പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെറ്റ് ബേസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? വോൾട്ടേജ് റേറ്റഡ് ഡിവൈഡഡ് ബൈ ഐ റേറ്റഡ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ മുകളിലും താഴെയും വോൾട്ടേജ് റേറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? വോൾട്ടേജ് റേറ്റഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ റേറ്റഡ് ഇൻറ്റു വി റേറ്റഡ് എന്ന് കിട്ടി. വി റേറ്റഡ് ഇൻറ്റു ഐ റേറ്റഡ് എന്ന് പറയുന്നത് കാര്യമാണ് നമ്മുടെ വോൾട്ട് ആംപിയർ റേറ്റിംഗ്. അപ്പോൾ അതാണ് നമുക്കിവിടെ സെറ്റ് ബേസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് റേറ്റഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് നമുക്ക് എഴുതാൻ സാധിച്ചത്. ഇനി ഈ പാർട്ടിക്കൽ ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്ച്വൽ വാല്യൂ ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ആണ് വരിക. ദാറ്റ് ഈസ് വി റേറ്റഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അതായത് വോൾട്ട് ആംപിയർ. സോ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്ച്വൽ വാല്യൂ ഇൻറ്റു വോൾട്ട് ആംപിയർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് റേറ്റഡ് സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ ഓഫ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. അതാണ് ഞാനിവിടെ ആക്ച്വൽ വാല്യൂ സെഡ് എന്ന് കൊടുത്തു. പെർ യൂണിറ്റ് വോൾട്ട് ആംപിയർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 25 kV ആയതുകൊണ്ട് 25 × 1000 എന്ന് കൊടുത്തു. വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 200 വോൾട്ടേജ്, ഞാൻ പ്രൈമറി സൈഡിലാണ് നോക്കുന്നത്. 200 സ്ക്വയർ കൊടുത്തപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ നമുക്ക് കിട്ടി. ട്രാൻസ്ഫോമർ എയുടെ പെർ യൂണിറ്റ് വാല്യൂ കിട്ടി. ഇനി ട്രാൻസ്ഫോമർ ബിയുടെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാൻസ്ഫോമർ ബിയുടെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ സെഡ് ബി ഇൻറ്റു 30 × 1000 ഡിവൈഡഡ് ബൈ എത്രയാണ് വരിക? 200 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ പാർട്ടിക്കൽ പെർ യൂണിറ്റ് വാല്യൂം ഈ പാർട്ടിക്കൽ പെർ യൂണിറ്റ് വാല്യൂം ഈക്വൽ ആയിരിക്കണം എന്നാണ് ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് നമുക്ക് വരുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞത്. ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് റെസ്പെക്റ്റീവ് ബേസിസിൽ ഈക്വൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു ഡിസൈറബിൾ കണ്ടീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. XA/RA എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കോമൺ പവർ ഫാക്ടറിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെയിം പവർ ഫാക്ടറിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം ഈ പാരലൽ ഓപ്പറേഷനിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക് ഓമിക് വാല്യൂ തന്നെ തരണമെന്നില്ല. ചില സമയത്ത് നമുക്ക് എന്ത് പറയും? പെർ യൂണിറ്റ് വാല്യൂസ് ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ തരിക. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 2 ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ ഓമിക് വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ സെഡ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.01 പ്ലസ് 0.01 വേണ്ട 5 പ്ലസ് 10J എന്ന് തന്നു. സെഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പ്ലസ് 3J എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് ആക്ച്വൽ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സ് എഴുതുമ്പോൾ, അതായത് നമുക്ക് SAയും SBയും കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു SL ഇൻറ്റു സെഡ് ബി ഡിവൈഡഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി ഹോൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ പർട്ടിക്കുലർ വാല്യൂസ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. അതായത് ക്വസ്റ്റ്യനിൽ ആക്ച്വൽ വാല്യൂസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ ഇത് പെർ യൂണിറ്റ് വാല്യൂസ് ആണ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആക്ച്വൽ വാല്യൂവിന് പകരം പെർ യൂണിറ്റ് വാല്യൂസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു കോമൺ ബേസിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. 25 kV 30 kV എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 2 ട്രാൻസ്ഫോമർ ഉണ്ട്. ആ പാർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.01 0.02 JPU ആണെന്ന് വിചാരിക്കാം. സെഡ് ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.01 0.04 JPU ആണെന്ന് വിചാരിക്കുക. അതായത് പെർ യൂണിറ്റിലാണ് തന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക. ഡയറക്റ്റായിട്ട് നമുക്ക് ഈ വാല്യൂസ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിലെ നമ്മൾ കോമൺ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു KVA റേറ്റിംഗിലേക്ക് കോമൺ ആക്കി കൺവേർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. സെഡ് PU new is equal to set PU old into volt ampere new divided by volt ampere old into V old divided by V new whole square. അതായത്
സെഡ് പി യു ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്, പുതിയ സെഡ് പി യു ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് സെഡ് പി യു ഓൾഡ്, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കുന്ന പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു വോൾട്ട് ആംബിയർ ന്യൂ, അതായത് ഏത് ബേസിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ആ ബേസ് വാല്യൂ ന്യൂ വാല്യൂ ഇതായിരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ട്രാൻസ്ഫോമർ എ, ഇത് ട്രാൻസ്ഫോമർ എയുടെയും ട്രാൻസ്ഫോമർ ബിയുടെയും ആണ് കെ വി റേറ്റിംഗ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സെഡ് ബീനെ, അതായത് കോമൺ ബേസ് നമ്മൾ 30 kV ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പർട്ടിക്കുലർ എ എന്ന് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പെർ യൂണിറ്റ് ഇമ്പിഡൻസിനെ നമുക്ക് 30 kV ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പർട്ടിക്കുലർ ഇമ്പിഡൻസ് എടുത്തു 0.01 + 0.02 J ഇൻറ്റു വോൾട്ട് ആംബിയർ ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരിക്കും? പുതിയ കെ വി റേറ്റിംഗ് എത്രയാണ്? നമുക്ക് ഓൾറെഡി 25 kV ആയിരുന്നു നമ്മുടെ റേറ്റിംഗ് ഉണ്ടായിരുന്നത്, അത് 30 kV കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 30 kV ഡിവൈഡഡ് ബൈ 25 kV ഇൻറ്റു എത്ര വോൾട്ടേജ് ആണ് വരുന്നത്, ആ പർട്ടിക്കുലർ വോൾട്ടേജ് റേഷ്യോസും കൊടുക്കുക. വോൾട്ടേജ് റേഷ്യോസിന് വ്യത്യാസമൊന്നും വരില്ല, അതുകൊണ്ട് അതിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഇവിടെയാണ് ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാവരും ഓർത്തിരിക്കണം. സെഡ് പി യു ന്യൂ ഈസ് ഈക്വൽ ടു സെഡ് പി യു ഓൾഡ് ഇൻറ്റു വോൾട്ട് ആംപിയർ ന്യൂ ഡിവൈഡഡ് ബൈ വോൾട്ട് ആംപിയർ ഓൾഡ് ഇൻറ്റു വോൾട്ടേജ് ഓൾഡ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ന്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. ഇതിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമറിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി ഞാനൊരു പ്രോബ്ലം ഞാനിവിടെ എഴുതാം. ആ പ്രോബ്ലം ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു പ്രോബ്ലം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 1-phase ട്രാൻസ്ഫോമർ ഹാവിംഗ് സെയിം വോൾട്ടേജ് റേഷ്യോ ഓൺ നോ ലോഡ് operate in parallel to supply a load of 1000 kV at 0.8 power factor lagging. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം, അതായിരിക്കും ബെറ്റർ. സോ അതായത് 2 1-phase transformer having same voltage ratio having same voltage ratio on no load operate in parallel to supply a load of 1000 kVA at 0.8 pf lag. ഇങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ്സ് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമർ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത് 400 kVA ട്രാൻസ്ഫോമറാണ്. അതിൻ്റെ Z1 PU തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.01 പ്ലസ് J 0.06 PU ആണ് തന്നിട്ടുള്ളത്. ട്രാൻസ്ഫോമർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 kVA ആണ്. അതിൻ്റെ Z2 PU എന്ന് പറഞ്ഞിരിക്കുന്നത് 0.01 പ്ലസ് J 0.05 PU ആണ്. ലോഡ് ഷെയർഡ് ബൈ ട്രാൻസ്ഫോമർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ലോഡ് ഷെയർഡ് ബൈ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഞാൻ ക്വസ്റ്റ്യൻ കൂടി വായിക്കാം. A one-phase transformer having same voltage ratio on no load operate on parallel to supply a load of 1000 kVA at 0.8 power factor lagging. ട്രാൻസ്ഫോമർ 1ൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ 1ൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 kVA, Z1 PU എന്ന് പറഞ്ഞിരിക്കുന്നത് 0.01 പ്ലസ് J 0.06 PU ആണ്. ട്രാൻസ്ഫോമർ 2 ആണെങ്കിൽ 600 kVA, Z2 is equal to 0.01 പ്ലസ് J 0.05 PU ആണ്. ലോഡ് ഷെയർഡ് ബൈ ഈച്ച് ട്രാൻസ്ഫോമർ ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് ആദ്യം പറഞ്ഞു പെർ യൂണിറ്റിലാണ് ഇത് തന്നിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിന് രണ്ടിൻ്റെയും കെ വി റേറ്റിംഗ്സും വ്യത്യാസമുണ്ട്. പെർ യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ പുതിയ പെർ യൂണിറ്റ് വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ആദ്യം എങ്ങനെയാണ് ഇത് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമർ എയുടെ റേറ്റിംഗ് എന്താണ്? 400 kV ആണെന്ന് പറഞ്ഞു അല്ലേ. 400 kV ആണെന്ന് പറഞ്ഞു. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.01 പ്ലസ് J 0.06 PU ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ട്രാൻസ്ഫോമർ 600 kVയിലാണ്.
0.01 പ്ലസ് ജെ 0.05 PU എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് പെർ യൂണിറ്റ് വാല്യൂലാണ് ഇമ്പിഡൻസ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ അതിനെ ഒരു കോമൺ ബേസിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമേ നമ്മൾ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 400 kV ഉണ്ട്, 600 kV ഉണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം കോമൺ ബേസ് ആയിട്ട് എടുക്കാം. ഞാനവിടെ 600 kV ആണ് ബേസ് ആയിട്ട് അസ്യൂം ചെയ്തു എന്ന് കരുതുക. കാരണം കുറച്ചുകൂടി വലിയൊരു ബേസ് അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 600 kV ആണ്. നോർമലി നമ്മൾ ഹയർ വാല്യൂസ് ആണ് ബേസ് ആയിട്ട് എടുക്കുക. അപ്പോൾ 600 kV എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ബേസ് ആക്കി എടുത്തു. അപ്പോൾ ഈ 400 kVയിലുള്ള ഫസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 600 kV ബേസിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് നമ്മൾ വേണ്ടി ഉപയോഗിച്ചൊരു ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ZPU new is equal to ZPU old into volt ampere new divided by volt ampere old into voltage old divided by voltage new whole square എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റെസിസ്റ്റൻസും റിയാക്റ്റൻസും ചെയ്യാം. അപ്പോൾ നമുക്ക് RPU new നോക്കാം. എന്താണ് തന്നിട്ടുള്ളത്? 0.01 ആയിരുന്നു പണ്ടത്തെ റെസിസ്റ്റൻസിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ ഇൻറ്റു നമ്മളെ ആദ്യത്തെ KV റേറ്റിംഗ് 400 kV ആയിരുന്നു. നമ്മളിങ്ങനെ 600 kVയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വോൾട്ട് ആംപിയർ റേറ്റിംഗ് ന്യൂ ആണ് എന്ന്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 600 kVA. വോൾട്ട് ആംപിയർ ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 kV ആണ്. ഇൻറ്റു ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സെയിം വോൾട്ടേജ് റേഷ്യോ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് പുതിയ വോൾട്ടേജും പഴയ വോൾട്ടേജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല, സെയിം തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 200/400 വോൾട്ട് ആണെങ്കിൽ നമ്മുടെ വോൾട്ടേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൾട്ടേജിൻ്റെ റേറ്റിങ്ങിന് വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് പുതിയ വോൾട്ടേജും പഴയ വോൾട്ടേജും തമ്മിൽ വ്യത്യാസമില്ല. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? RPU new എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 ഇൻറ്റു ഇത് വെട്ടിപ്പോയി 6/4 എന്ന് വരിക. 6/4 ഈസ് നത്തിങ് ബട്ട് 3/2 ആയിരിക്കും വരിക. 3/2 ഈസ് നത്തിങ് ബട്ട് 1.5 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 × 10⁻² ഇൻറ്റു 1.5 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഇക്വൽ ടു 1.5 × 10⁻² എന്നാണ് നമുക്ക് വരിക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1.5 × 10⁻² എന്ന് തന്നെ ഞാൻ ഇട്ടു. ഇതാണ് RPU new എന്ന് നമുക്ക് വരിക. ഫൈൻ, നമുക്ക് വേണമെങ്കിൽ എഴുതാം 0.015 നമുക്ക് എഴുതാം. ഓക്കെ ഫൈൻ. ഇനി XPU new എന്തായിരിക്കും വരിക? ഇതേപോലെ തന്നെ ചെയ്യാം. 0.06 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.06 ഇൻറ്റു 1.5 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 15 ഇൻറ്റു 10⁻³ ആയിരിക്കും വരിക. സോ 15 × 6 എന്ന് പറഞ്ഞിരിക്കുന്നത് 90 ആണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു 10⁻³ വിച്ച് ഇസ് നത്തിങ് ബട്ട് 0.090 PU എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വാല്യൂസ് നമുക്ക് കിട്ടി. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. പെർ യൂണിറ്റ് ഇമ്പിഡൻസ് തന്നത് കാരണം ഞാനതിനെ കോമൺ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കി. കോമൺ ബേസ് ഞാൻ 600 kV ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ 400 kVയിൽ ഉണ്ടായിരുന്ന ഈ പർട്ടിക്കുലർ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസിന് ഞാൻ 600 kVയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ZPU new is equal to ZPU old into volt ampere new divided by volt ampere old into voltage old divided by voltage new whole square എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്തു. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0.01 PU ആയിരുന്നു പണ്ടത്തെ. പുതിയതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 600 ഡിവൈഡഡ് ബൈ 400. വോൾട്ടേജിൻ്റെ റേഷ്യോയിൽ വ്യത്യാസം വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ 400 വോൾട്ടിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ പുതിയ വോൾട്ടേജും 400 വോൾട്ടേജ് തന്നെയായിരിക്കും വരിക. 200 വോൾട്ടേജ് സൈഡിലാണ് നോക്കണമെന്ന് വെച്ചാൽ പുതിയ വോൾട്ടേജും 200 വോൾട്ടേജിൻ്റെ ആയിരിക്കും, വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് എഴുതിയത്. ഇനി അതേപോലെ തന്നെ ഞാൻ റിയാക്റ്റൻസിനെയും കണ്ടുപിടിച്ചു. അങ്ങനെ എനിക്ക് 2 വാല്യൂസ് കിട്ടി. ഒന്ന് 0. സോ എനിക്കിപ്പോൾ പുതിയ ഇമ്പിഡൻസിൻ്റെ വാല്യൂസ് വരുന്നത് 0.015 പ്ലസ് 0.090 J എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും എൻ്റെ ട്രാൻസ്ഫോമർ എയിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുക. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫൈൻ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻസ് നോക്കാം.
നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ ഇൻറ്റു സെഡ് ബി ഡിവൈഡഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി ഹോൾ കോൺജുഗേറ്റ് എന്നായിരുന്നു ഇക്വേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ എ ഷെയർ ചെയ്ത പവർ എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ആദ്യം എസ് എൽ എന്താണെന്ന് അറിയണം അല്ലേ? എസ് എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ലോഡിൽ ഉണ്ടായിരിക്കുന്ന പവർ അതിവിടെ തന്നിട്ടുണ്ട് അല്ലേ? എസ് എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ 1000 kV അറ്റ് 0.8 പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെങ്ങനെ എഴുതാം? 0.8 എന്ന് പറഞ്ഞിരിക്കുന്നത് പി എഫ് ആണ് അല്ലേ? പവർ ഫാക്ടറാണ്. സോ കോസ് 5 ഈസ് ഈക്വൽ ടു 0.8 എന്നറിയാം. 5 ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.8 ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 36.86 ഡിഗ്രി ആയിരിക്കും വരിക. സോ 36.86 ഡിഗ്രി ആയിരിക്കും നമ്മുടെ 5 വരിക. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ എന്താണ്? എസ് എൽ ഈസ് ഈക്വൽ ടു നമ്മുടെ ലോഡിൻ്റെ പവറാണ് 1000 ആംഗിൾ 36.86 ഡിഗ്രി. വേറൊരു കാര്യം കൊണ്ട് നമുക്കിവിടെ ലാഗിങ് പവർ ഫാക്ടർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും മൈനസ് ആയിരിക്കും ആംഗിൾ വരിക. 36.86 ഡിഗ്രി ആയിരിക്കും വരിക. ലാഗിങ് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും വരിക. പക്ഷെ നമുക്കറിയാം എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി എൽ ഇൻറ്റു ഐ എൽ കോൺജുഗേറ്റ് ആണ് നമ്മളവിടെ എടുക്കുന്നത്. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്ത് ലാഗിങ് ആവുന്ന സമയത്ത് നമുക്കിവിടെ പ്ലസ് ആയിരിക്കും വരിക. ഇനി ലീഡിംഗ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എസ് എൽ എന്ന് പറഞ്ഞാൽ 1000 ആംഗിൾ 36.86 എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ ഫൈൻ. ഇനി ഈ ഇക്വേഷനിൽ നമ്മളിത് അപ്ലൈ ചെയ്യാണ്. സോ 1000 ആംഗിൾ 36.86 ഡിഗ്രി ഇൻറ്റു എന്താണ്? സെഡ് ബി ഡിവൈഡഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി കോൺജുഗേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെഡ് ബി എന്താണ്? നമ്മുടെ ഇതാണ് സെഡ് ബി എന്ന് പറയുന്നത് അല്ലേ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.01 പ്ലസ് ജെ 0.05 ഡിവൈഡഡ് ബൈ 0.01 പ്ലസ് ജെ 0.05 പ്ലസ് പുതിയ സെഡ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.015 പ്ലസ് 0.090 ജെ എന്നാണ് വരിക. ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും വരിക. ഓക്കെ, ഈ പർട്ടിക്കുലർ ഇക്വേഷൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും നമുക്ക് വരിക. ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് എന്താ വെച്ചാൽ 1000 ഇൻറ്റു 36.86 ഡിവൈഡ് ബൈ 0.01 ഡിവൈഡ് പ്ലസ് 0.005 ഡിവൈഡ് ബൈ 0.025. ഇത് രണ്ട് സം ചെയ്യുമ്പോൾ 0.025 വരും പ്ലസ് 0.15 വരും. ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് 357.5 ആംഗിൾ 35.68 എന്നാണ് വരുന്നത്. ഓക്കെ, സോ 357.5 ആംഗിൾ 35.68 എന്നാണ് വന്നിരിക്കുന്നത് ഫൈനൽ ആൻസർ. സോ 357.5 ആംഗിൾ 36 ആണോ? 35.68. സോ ഇതാണ് ഫൈനൽ ആൻസർ വന്നിട്ടുള്ളത്. അതായത് ട്രാൻസ്ഫോമർ എ ഷെയർ ചെയ്തിരിക്കുന്ന ലോഡ് 357.5 ആംഗിൾ 35.68 ആയിരിക്കും. കാൽക്കുലേഷൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു മെത്തേഡ് എന്തായാലും കറക്റ്റാണ്. മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഫൈനൽ ആൻസറിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമർ ബിയുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതേ ഓപ്പറേഷൻ തന്നെയായിരിക്കും വരിക. പക്ഷേ ഇവിടെ വ്യത്യാസം വരും. ഇവിടെ മുകളിൽ സെഡ് വരും, ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂസ് എന്തായിരിക്കും വരിക? ഇവിടെ വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.015 പ്ലസ് ജെ 0.090 എന്നായിരിക്കും വരിക. അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. അതിൻ്റെ ആൻസർ ഫൈനൽ വരുന്നത് 641 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരുന്നത്. 641.35 ആംഗിൾ 37.52. 641.5 ആംഗിൾ 37.52 എന്നാണ് ട്രാൻസ്ഫോമർ ബി ഷെയർ ചെയ്തിരിക്കുന്ന ലോഡിൻ്റെ വാല്യൂ വരിക. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു പാരലൽ ഓപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊക്കെല്ലാം സെയിം മോഡൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പാരലൽ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി എഫിഷ്യൻസിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. എഫിഷ്യൻസി അതേപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
സോ നമ്മൾ എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലം ഞാൻ വായിക്കാം. ദ മാക്സിമം എഫിഷ്യൻസി, ഷോർട്ടായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ വൺ ഫേസ് 11 bar 0.4 kV 500 kVA is 98% and occurs at 80% of full load. Okay. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. മാക്സിമം എഫിഷ്യൻസി 98% ആണ് തന്നിട്ടുണ്ട്. 11 bar 0.4 kV, അതായത് 1100 bar 400 volt 500 kVA എന്ന് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ മാക്സിമം എഫിഷ്യൻസി 98% ആണ്. അത് ഒക്കർ ചെയ്യുന്നിരിക്കുന്നത് 80% ഓഫ് ഫുൾ ലോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് ഇംപിഡൻസ് ഈസ് 4.5% ഈസ് നൗ വാരിഡ് വൈൽ ലോഡ് കറണ്ട് ആൻഡ് സപ്ലൈ ഈസ് കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലോഡ് പവർ ഫാക്ടർ ആംഗിൾ അറ്റ് വിച്ച് ദ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ഈസ് മിനിമം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ലോഡ് പവർ ഫാക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. എപ്പോൾ? നമ്മുടെ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് മിനിമം ആയ സമയത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഗേറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഗേറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. നമുക്കറിയാം എഫിഷ്യൻസി അല്ലേ, എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് 98% ആണ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 98 divided by 100 is equal to 0.98. എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇക്വേഷൻ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് ആയിട്ട് വീഡിയോസ്, എഫിഷ്യൻസിയുടെ വീഡിയോസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, ജസ്റ്റ് റിവൈസ് ചെയ്യാം. നമുക്കിതിൽ എഴുതാൻ പറ്റും ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് എന്ന് എഴുതാം അല്ലേ, ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇനി ഔട്ട്പുട്ട് പവർ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ ഡിവൈഡഡ് ബൈ വി ഐ കോസ് ഫൈ പ്ലസ് ലോസസ്. ഈ ലോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പർ ലോസും പെടും, അതേപോലെ തന്നെ ടോട്ടലായിട്ടുള്ള കോർ ലോസും നമുക്ക് പെടും. ഇനി ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫുൾ ലോഡിലാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നിരിക്കുന്നത്. ഏതെങ്കിലും പർട്ടിക്കുലർ ലോഡിലാണ് നമുക്ക് ഈ ഇക്വേഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ലോഡിൻ്റെ ഫാക്ടർ, അതായത് ഇവിടെ 80% ഓഫ് ഫുൾ ലോഡാണ്, ഫുൾ ലോഡല്ല കൊടുത്തിരിക്കുന്നത്, 80% ഓഫ് ഫുൾ ലോഡാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ലോഡ് ഫാക്ടർ ഇൻറ്റു വി ഐ കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വി ഐ കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. ശരിക്കും ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല ഇതാണ്, എക്സ് ഇൻറ്റു വി ഐ കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വി ഐ കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. ഇനി ഈ വി ഐനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വോൾട്ടേജിൻ്റെ കറണ്ട് എന്ന് വെച്ചാൽ ഇസ് നത്തിങ് ബട്ട് വോൾട്ട് ആംപിയർ. ഇതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാം. എക്സ് ഇൻറ്റു വി എ കോസ് ഫൈ, അല്ലെങ്കിൽ ഇപ്പോൾ കെ വി എയിലാണ് തന്നിട്ടുള്ളത്, കെ വി എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു കെ വി എ ഇൻറ്റു കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതാം. നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഞാനിവിടെ എഴുതുന്നത്. എഫിഷ്യൻസി നമുക്ക് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്ന് എഴുതാം. ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ്. അതായത് നമ്മൾ ഒരു പവർ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഒന്ന് ലോസസ് മീറ്റ് ചെയ്യാനും ഒന്ന് നമ്മുടെ ലോഡിനുള്ള പവറായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻപുട്ട് പവറിനെ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് എന്ന് എഴുതിയത്. ഇനി ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? വി ഐ കോസ് ഫൈ എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാം വി ഐ കോസ് ഫൈ ഡിവൈഡഡ് ബൈ വി ഐ കോസ് ഫൈ പ്ലസ് ലോസസ് നമുക്ക് എഴുതാം. ഈ പർട്ടിക്കുലർ ഇക്വേഷൻ വരുന്നിരിക്കുന്നത് ഫുൾ ലോഡിൻ്റെ കേസിലാണ്. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോഡിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ലോഡിൻ്റെ ഒരു ഫാക്ടർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം.
ഇവിടെ നമുക്ക് 80% ആണ് തന്നിട്ടുള്ളത്. 80% പറയുമ്പോൾ 80/100 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.8. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഇവിടെ 0.8 ആയിരിക്കും വരിക. ഞാൻ ജനറൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് ഇൻറ്റു വി ഐ കോസ് ഫൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വി ഐ കോസ് ഫൈ പ്ലസ് നമുക്കറിയാം കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്, ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ല, ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞാൻ ജസ്റ്റ് പറയണം എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ് അങ്ങനെ തന്നെയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും വരിക. സോ ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ എക്സ് ഇൻറ്റു കെ വി ആണെങ്കിൽ കെ വി എ, എം ബി ആണെങ്കിൽ എം ബി എ, ഇനി വോൾട്ടേജ് ആംബിയർ മാത്രമുള്ളൂ എന്ന് വെച്ചാൽ അത്രയും. എക്സ് ഇൻറ്റു കെ വി ഇൻറ്റു കോസ് ഫൈ ഡിവൈഡ് ബൈ എക്സ് കെ വി കോസ് ഫൈ പ്ലസ് എക്സ് സ്ക്വയർ ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ് ആയിരിക്കും നമ്മുടെ എഫിഷ്യൻസി വരിക. ഇനി ഈ ക്വസ്റ്റ്യനിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം മാക്സിമം എഫിഷ്യൻസിയാണ്. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് വരിക? മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എപ്പോഴാണ് വരുന്നത്? ഫുൾ ലോഡ് അല്ല, എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ്. എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം 80% ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആദ്യം തന്നെ നോട്ട് ചെയ്യുക. എനിക്ക് ബോർഡ് മായ്ക്കേണ്ടി വരും, കാരണം എന്നാലേ എനിക്ക് ബാക്കിയുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫാക്ടർ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ ഫാക്ടർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ലോഡിൻ്റെ പവർ ഫാക്ടർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയാം? നമുക്കറിയാം ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് നമുക്കറിയാം. ലോഡിൻ്റെ എക്സ് ബൈ ആർ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ ആംഗിൾ കിട്ടും. അതായത് ഈ ഫൈ എന്ന് പറയുന്ന സംഭവം കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് എന്താണെന്ന് അറിയണം, ആർ എന്താണെന്ന് അറിയണം. ഈ രണ്ട് കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല. എക്സും തന്നിട്ടില്ല, ആറും തന്നിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. അതായത് പെർസെൻറ്റേജ് സെഡ് എത്രയാണ് തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4.5% ആണ് തന്നിട്ടുണ്ട്. ആകെ കൂടി അറിയാവുന്ന കാര്യം പെർസെൻറ്റേജ് സെഡ് മാത്രമേ ഉള്ളൂ. എക്സും ആറും അറിഞ്ഞ കാര്യം മാത്രമേ നമുക്ക് പവർ ഫാക്ടർ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതും ഏത് സമയത്ത്? മിനിമം ലോഡ് പവർ ഫാക്ടർ ആംഗിൾ അറ്റ് വിത്ത് സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജസ് മിനിമം, ആ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സും ആറും കണ്ടുപിടിക്കാം. ആ എക്സും ആറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമ്മൾ എക്സും ആറും കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാവരും ആദ്യം ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. ഇതിനുശേഷം ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാനൊരു പർട്ടിക്കുലർ ഇക്വേഷൻ, ഈ ജസ്റ്റ് ലാസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 0.98 ആണ് വന്നു അല്ലേ? 0.98 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 80% ഫുൾ ലോഡാണ് വരുന്നത്. സോ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും വരിക? 0.8 ആയിരിക്കും എക്സിൻ്റെ വാല്യൂ, 0.8. ഇനി കെ വി എ റേറ്റിംഗ് എത്രയാണ്? 500 ആണ്. ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് 500 ആയിട്ട് ഇട്ടു. പവർ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്. സോ ഞാനത് ക്വസ്റ്റൻ എഴുതാം. പവർ ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ പവർ ഫാക്ടർ യൂണിറ്റ് ആണ്. സോ 500 ഇൻറ്റു കോസ് ഫൈയുടെ വാല്യൂ 1 ആണ്, ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 500 പ്ലസ് 0.8 ഇൻറ്റു 500 ഇൻറ്റു 1 പ്ലസ് എന്തായിരിക്കും? നമുക്ക് മാക്സിമം എഫിഷ്യൻസി ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ആ സമയത്താണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് കോർ ലോസിനെ WI എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് ലോസ് അല്ലേ? ഫുൾ ലോഡ് ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് ആണ്. ഞാൻ കോർ ലോസിനെ WI എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് സ്ക്വയർ ഫുൾ ലോഡ് കോപ്പർ ലോസിനെയും നമുക്ക് WI എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം കോർ ലോസ് തന്നെയായിരിക്കും എക്സ് സ്ക്വയറിൻ്റെ ഫുൾ ലോഡ് കോപ്പർ ലോസ് വരിക മാക്സിമം എഫിഷ്യൻസിയുടെ സമയത്ത്. ഞാനെനിക്കിവിടെ എഴുതാൻ പറ്റും 2 ഇൻറ്റു WI എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ടുള്ള കാര്യം WI ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ഞാൻ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു 500 പ്ലസ് 2WI ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 0.98 എന്ന് എഴുതാം.
സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.8 into 500 എന്നത് 400 ആയിരിക്കും വരിക. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 400 പ്ലസ് 2WI ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 0.98 എന്ന് എഴുതി. സോ 400 ഡിവൈഡഡ് ബൈ 0.98 ഇറ്റ് ഈസ് ഈക്വൽ ടു 408.16 എന്ന് വരും. 2WI ഇവിടെ തന്നെ വരും, മൈനസ് 400 എന്ന് എഴുതാം. സോ 408.16 മൈനസ് 400 ഇറ്റ് ഈസ് ഈക്വൽ ടു 8.16. ഞാനിവിടെ എഴുതുന്നുണ്ട് 8.16, ദാറ്റ് ഈസ് 2WI ഈസ് ഈക്വൽ ടു 8.16 ഡിവൈഡഡ് ബൈ WI ഈസ് ഈക്വൽ ടു 8.16 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. സോ 8.16 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4.081 കിലോ വാട്ട്. എന്തുകൊണ്ടാണ് കിലോ വാട്ട് എന്ന് എഴുതുന്നത് മനസ്സിലായോ? ഇവിടെ നമ്മൾ 500 kVA ആണ് എടുത്തത്. സോ നമ്മുടെ ഇൻറ്റു 10⁻³ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതുക അല്ലേ, 500 ഇൻറ്റു 10⁻³ എന്നാണ് എഴുതുക. അപ്പം ഞാൻ ഇവിടെ ലോസസും ഞാൻ ഈ WI എന്ന് പറഞ്ഞിരിക്കുന്ന ലോസസും ഞാൻ കിലോ വാട്ടിലാണ് എസ്യൂം ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് പെർ യൂണിറ്റ് വാല്യൂസിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇതിങ്ങനെ ജസ്റ്റ് ഫോളോ ചെയ്യാം. ഇവിടെ നമ്മൾ KVA എടുത്ത സമയത്ത് ഈ ലോസസും നമ്മൾ KVAയിൽ തന്നെയായിരിക്കും എസ്യൂം ചെയ്യുക. ഓക്കെ ഫൈൻ. ഞാൻ ഡയറക്റ്റായിട്ട് 500 kVA എന്നിട്ടു. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, x ഇൻറ്റു 0.8 ഇൻറ്റു 500 ഇൻറ്റു 1000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 5000 ഇൻറ്റു 500 ഇൻറ്റു 1000 പ്ലസ് 2WI എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് 4081 വാട്ട്സ് നമുക്ക് കിട്ടും. സോ ഇത്രയും വാട്ട്സ് ആണ്, ഇത്രയും കിലോ വാട്ടാണ് നമ്മുടെ WI എന്ന് പറയുന്നിരിക്കുന്ന പവർ വരുന്നത്. ഓക്കെ, ഇത് കുറച്ച് ഇത് കൂടുതൽ സ്റ്റെപ്സ് കൂടുതൽ ഇക്വേഷൻസ് ആണ്, ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഫൈൻ. സോ നമുക്ക് WI എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാല്യൂ കിട്ടി, ദാറ്റ് ഈസ് സംതിങ് ബട്ട് 4081.6. കുറച്ച് നേരമാണെങ്കിൽ 4081.6 വാട്ട്സ് ആയിരിക്കും നമുക്ക് WI എന്ന് പറഞ്ഞിരിക്കുന്നത് കിട്ടുക. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് WI കിട്ടി. WI എന്ന് പറഞ്ഞാൽ എന്താണ്? കോർ ലോസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടേണ്ടത് R ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ, നമുക്ക് റെസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെർസെൻറ്റേജ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. അതായത് ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് KVA റേറ്റിംഗ് ആയിരിക്കും വരിക. പെർസെൻറ്റേജ് R ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ. അതായത് KVA റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻസ് ഉണ്ട്, നിങ്ങളെല്ലാവരും പഠിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ബേസിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് R കിട്ടണമെങ്കിൽ ഫുൾ ലോഡ് കോപ്പർ ലോസ് കിട്ടിയാൽ മതി. ഫുൾ ലോഡ് കോപ്പർ ലോസ് എങ്ങനെ കിട്ടും? ഇതിൽ നിന്ന് നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? നമുക്കറിയാം x² ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ്. കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു കോർ ലോസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കോർ ലോസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4081.6 വാട്ടാണ് കണ്ടുപിടിച്ചു. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 0.8 ആണ് നമുക്കറിയാം. അപ്പോൾ ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്തായിരിക്കും വരിക? ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു 4.81 ഡിവൈഡഡ് ബൈ 0.8 ഹോൾ സ്ക്വയർ ആയിരിക്കും വരിക. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4081.6 ഡിവൈഡഡ് ബൈ 0.8 സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 6377.5 വാട്ട്സ് ആയിരിക്കും വരിക. സോ നമുക്ക് കിട്ടി ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6377.5 വാട്ട്സ് ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് പെർസെൻറ്റേജ് R കണ്ടുപിടിക്കുന്നുണ്ട്. പെർസെൻറ്റേജ് R എന്താണ്? ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ്. ബേസ് വാല്യൂ എത്രയാണ്? 500 kVA ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 6377.5 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 1000 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 500 by 1000. That is nothing but 0.012. ഇത് RPU ആണ് കേട്ടോ വരാം. സോറി, ഇത് RPU എന്നാണ് വരാം. R പെർ യൂണിറ്റ് ആണ് വരാം. 0.01275. ഓക്കെ ഫൈൻ.
ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ലോഡ് പവർ ഫാക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം. എപ്പോൾ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് മിനിമം ആയിരിക്കുന്ന സമയത്താണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ കൂടി അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് മാത്രമായിരുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4.5% ആണ്. നമുക്ക് പെർസെൻറ്റേജ് ആറും പെർസെൻറ്റേജ് എക്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് ആറ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ നോക്കിയത്. നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം 98% തന്നിട്ടുണ്ട്. അത് 80% ലോഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തു. മാക്സിമം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വോൾട്ട് ആംപിയർ ഇൻറ്റു കോസ് ഫൈവ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു വോൾട്ട് ആംപിയർ കോസ് ഫൈവ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോപ്പർ ലോസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് പ്ലസ് കോർ ലോസ് ആണ്. നമുക്കറിയാം മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്ന കണ്ടീഷനിൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് കോർ ലോസിനോട് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 2WI എന്ന് പറഞ്ഞാൽ കോർ ലോസിന് ഞാൻ WI എന്ന് വിളിച്ചപ്പോൾ 2WI എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ എല്ലാ റേറ്റിംഗും KVA യിലാണ് എടുത്തത്, കിലോ വോൾട്ട് ആംപിയറിലാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ WI കണ്ടുപിടിക്കുമ്പോഴും അത് കിലോ വാട്ട്സിലായിരിക്കും നമുക്ക് ആൻസർ തരിക. ഇവിടെ ഞാൻ കാൽക്കുലേഷൻസ് ചെയ്ത സമയത്ത് നമുക്ക് WI എന്ന് പറഞ്ഞിരിക്കുന്നത് 4081.6 വാട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടി. ഈ WI എന്ന് പറഞ്ഞിരിക്കുന്നത് കോർ ലോസ് ആണ്. ആ കോർ ലോസ് തന്നെയായിരിക്കും എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസുമായിട്ട് വരിക. കാരണം അതാണ് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇസ് ഇക്വൽ ടു കോർ ലോസ് ഞാൻ ഇക്വേറ്റ് ചെയ്തു. ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇസ് ഇക്വൽ ടു 4081.6 വാട്ട്സ് ഡിവൈഡ് ബൈ 0.8 സ്ക്വയർ എന്ന് കിട്ടി. 6377.5 വാട്ട്സ് എന്ന് ഫുൾ ലോഡ് കോപ്പർ ലോസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം R പെർ യൂണിറ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് റെസിസ്റ്റൻസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് റെസിസ്റ്റൻസ് ആയി. R പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ ബേസ് വാല്യൂ ആണ്. അപ്പോൾ ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പവറാണ്. അപ്പോൾ ബേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് പവർ ആയിരിക്കും. റേറ്റഡ് പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് 500 kV ആണ്. അതുകൊണ്ടാണ് ഞാൻ ബേസ് വാല്യൂ 500 × 1000 എഴുതിയത്. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 6377.5 വാട്ട്സ് ആണ്. ഞാൻ 6377.5 വാട്ട്സ് ഡിവൈഡഡ് ബൈ 500 × 1000 ചെയ്തപ്പോൾ എനിക്ക് R പെർ യൂണിറ്റ് കിട്ടി. ഇനി ഇതിനെ ഞാൻ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്താൽ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർസെൻറ്റേജ് ആയിട്ട് കിട്ടും. 1.275% ആണ് നമുക്ക് കിട്ടുക. ഏത് പെർസെൻറ്റേജ് R എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ കിട്ടുക. അപ്പോൾ പെർസെൻറ്റേജ് R എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? പവർ ഫാക്ടർ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ? പവർ ഫാക്ടർ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഞാനിത് വായിക്കുകയാണ്. എനിക്ക് ഓൾറെഡി എന്ത് അറിയാം? പെർസെൻറ്റേജ് സെഡ് എന്താണെന്ന് എനിക്കറിയാം. ഈക്വൽ ടു 4.5%. നമുക്ക് എല്ലാവർക്കും അറിയാം കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് R ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് സെഡ്. അതായത് നമ്മളൊരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഫൈ, ഇതായിരിക്കും നമ്മുടെ R, ഇതായിരിക്കും നമ്മുടെ എക്സ്, ഇതായിരിക്കും നമ്മുടെ സെഡ്. അതിൻ്റെ കൂടെ നമ്മൾ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. രണ്ട് ടേംസും പെർസെൻറ്റേജിലാണെങ്കിൽ വ്യത്യാസം വരില്ല. അപ്പോൾ കോസ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് നത്തിങ് ബട്ട് R ബൈ സെഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.275 ഡിവൈഡഡ് ബൈ 4.5 ഈസ് ഈക്വൽ ടു കോസ് ഫൈവ് എന്ന് കിട്ടി. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ that is nothing but 1.275 divided by 4.5 cos. So cos phi is equal to cos inverse phi is equal to cos inverse 1.275 divided by 4.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 73.540 ഡിഗ്രി ആയിരിക്കും. സോ ദിസ് ഈസ് ദ ആൻസർ. 73.540 എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും നമ്മുടെ പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരിക. ഓക്കെ ഫൈൻ. സോ ആറും സെഡും കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം കേട്ടോ. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് 5 കണ്ടുപിടിച്ചെന്നുള്ളൂ. എക്സ് കണ്ടുപിടിക്കാം. എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ് ഈക്വൽ ടു √R² പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെഡ് സ്ക്വയർ മൈനസ് R സ്ക്വയർ. ഞാനിപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത ഇവിടെ സെഡ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. സെഡ് സ്ക്വയർ മൈനസ് R സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4.5 സ്ക്വയർ മൈനസ് 1.275 സ്ക്വയർ ചെയ്താൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4.5 സ്ക്വയർ
4.5 square minus 1.275 square, sorry, 4.5 square minus 1.275 square root. It is nothing but 4.315%. ഇനി നിങ്ങൾക്ക് എക്സ് കിട്ടിയ സ്ഥിതിക്ക് വേണമെങ്കിൽ ജസ്റ്റ് x/r ചെയ്താൽ അതിൻ്റെ ടാൻ ഇൻവേഴ്സ് ചെയ്താലും സെയിം ആൻസറിങ് ആയിരിക്കും കിട്ടുക. ചെയ്ത് നോക്കാം. 4.315 ഡിവൈഡഡ് ബൈ 1.275 ടാൻ ഇൻവേഴ്സ് 73.540. സോ 73.540 ആയിരിക്കും നമ്മുടെ എന്താ വരിക, നമ്മുടെ പവർ ഫാക്ടർ ആംഗിൾ വിത്ത് സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ഇസ് മിനിമം എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതായിരിക്കും.